നര പൂർണ്ണമായിട്ടും 1 മിനിറ്റ് കൊണ്ട് ഇല്ലാതാക്കാം. പ്രായഭേദമില്ലാതെ പലരെയും അലട്ടുന്ന ഒരു പ്രശ്നമാണ് മുടിയിലുണ്ടാകുന്ന നര. നര മാറ്റാൻ നമ്മൾ പലരും ചെയ്യുന്ന എന്താണ്, വിപണിയിൽ കിട്ടുന്ന കെമിക്കൽ പരമായിട്ടുള്ള ക്രീമുകളൊക്കെ മേടിച്ച് മുടിയിൽ തേക്കാറുണ്ട്. അങ്ങനെ ചെയ്ത് നിങ്ങളുടെ മുടിയെ നശിപ്പിക്കാതിരിക്കൂ. നിങ്ങളുടെ മുടിയെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടോ, നിങ്ങളുടെ നര പെട്ടെന്ന് തന്നെ മാറ്റണോ, ഞാനൊരു എളുപ്പമാർഗം പറഞ്ഞു തരാം. ഒന്ന് ചെയ്തു നോക്ക്, നിങ്ങളെപ്പോലും ഞെട്ടിക്കുന്നതാണ്. എന്താണ് സംഭവം എന്നൊക്കെ ഉള്ളത് പറയാം. അതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണോ എന്റെ വീഡിയോസ് കാണുന്നത്? ആദ്യമായിട്ടാണ് എന്റെ വീഡിയോസ് കാണുന്നതെങ്കിൽ എന്റെ കൂടെ നിങ്ങൾ മറക്കല്ലേ. നിങ്ങളുടെ ആ ഒരു വിലപ്പെട്ട ഒരു ഹൃദയം ഉണ്ടല്ലോ, ലൈക്ക് എനിക്ക് തരാനും കൂടി നിങ്ങൾ മറക്കല്ലേ. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കൂട്ടുകാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണോ? എന്നെ ഒന്ന് പരിചയപ്പെടുത്തട്ടെ. എന്റെ പേര് റംസാനിയ. എന്റെ പ്രൊഫഷണൽ എന്ന് പറയുന്നത് ഫാഷൻ ഡിസൈനിങ് ആൻഡ് ബ്യൂട്ടീഷ്യൻ ആണ്. ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത് മുടിയിലുണ്ടാകുന്ന നര പെട്ടെന്ന് തന്നെ വേരിൽ നിന്ന് തന്നെ കറുപ്പിക്കാൻ സഹായിക്കുന്ന ഒരു എളുപ്പ മാർഗമാണ് പറയുന്നത്. ഇത് നിങ്ങൾ മുടിയിൽ ഒന്ന് തേച്ചു നോക്ക്. മുടിയിലെ നര മാറുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എന്തായാലും ഒന്ന് ചെയ്താലോ നമുക്ക് ആ ഒരു കാര്യം. അത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയുള്ളത് കാണാം. അത് ഉപയോഗിച്ചിട്ടുള്ള ലൈവ് ചേഞ്ചസ് കാണാം. അതിലേക്ക് പോകാം. നര മാറ്റുന്ന ഡൈ ക്രീം തയ്യാറാക്കാൻ നമുക്ക് വേണ്ടത് ചകിരിയാണ്, അതായത് തേങ്ങയുടെ ചകിരി. പണ്ട് കാലത്ത് മുടിയിൽ നര വരുന്ന സമയത്ത് നര മാറ്റാനായിട്ട് ചകിരി ഉപയോഗിച്ചിട്ടുള്ള ഡൈ ക്രീമായിരുന്നു തയ്യാറാക്കിയിരുന്നത്. അടുപ്പത്തേക്ക് ഒരു പാത്രം വെച്ചു കൊടുക്കേണ്ടതാണ്. പാത്രം ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമ്മൾ ചകിരി അതിലേക്ക് ചെറുതായി പിച്ചി ഇട്ട് കൊടുക്കണം. ചകിരി ഒരു കാരണവശാലും മുഴുവനായിട്ട് ഇടരുത്. പിച്ചി ഇടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കത് കരിച്ച് എടുക്കാൻ സാധിക്കും. ഇതേ രീതിയിൽ പിച്ചി ഇട്ട് കൊടുക്കേണ്ടതാണ്. തീ കുറച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. ഒരു കാരണവശാലും തീ കൂട്ടിയിട്ട് നിങ്ങൾ ചെയ്യാൻ പാടില്ല. തീ കൂട്ടിയിടുകയാണെങ്കിൽ അപകടം കൂടുതലായി ഉണ്ടാകും. അതുകൊണ്ട് എപ്പോഴും തീ കുറച്ചിട്ട് വേണം നമ്മളിത് കരിച്ച് എടുക്കാനായിട്ട് നോക്കണം. അതായത് തീ കുറച്ചിട്ടിട്ടാണ് ചെയ്യുന്നത്. കൂടുതലായി തീ ആളി കയറുകയാണെങ്കിൽ നമ്മൾ അടുപ്പത്ത് നിന്ന് മാറ്റി കുറച്ച് വെള്ളം തളിച്ചു കൊടുക്കേണ്ടതാണ്. കണ്ടോ, അങ്ങനെ നമ്മുടെ സംഭവം കരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ചകിരി എന്നല്ലേ പറയുന്നത്, നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയുന്നതെന്ന് എനിക്ക്, നമ്മുടെ നാട്ടിൽ പറയുന്ന രീതിയാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ നമ്മുടെ ചകിരിയെല്ലാം നല്ല പോലെ ഞാൻ കരിച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു ചകിരി കൂടുതലായി തീ കയറുന്ന സമയത്ത് കുറച്ചും കൂടി വെള്ളം ഒന്ന് തളിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോഴത്തേക്ക് ഈ തീയെല്ലാം നല്ല പോലെ അങ്ങ് അണഞ്ഞു മാറും. തീ കടന്നാലും പിന്നെയും ആളി ഇരിക്കും. അതുകൊണ്ട് തീ കൂടുതലായി കാണുന്ന സമയത്ത് വെള്ളം തളിച്ചു കൊടുക്കണം. കണ്ടോ, ഞാൻ വെള്ളം തളിച്ച് ഒന്നും കൂടി കൊടുക്കുകയാണ്. അപ്പോഴത്തേക്ക് ആ തീയൊക്കെ അണയും. ചെറിയ തീ കിടക്കും, പക്ഷെ എന്നാലും വെള്ളം ഒന്നുകൂടെ തളിച്ചു കൊടുക്കണം. അപ്പോഴത്തേക്ക് എല്ലാം തീ അണഞ്ഞു മാറും. പിന്നെ നമ്മൾ ഒരു സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ ഉടച്ചടച്ച് കൊടുക്കുമ്പോഴത്തേക്ക് ആ തീ നല്ലവണ്ണം അണഞ്ഞു മാറുന്നതാണ് കേട്ടോ. ഈ ഒരു ഡൈ ക്രീം നിങ്ങൾക്ക് വളരെ എളുപ്പം തന്നെ മുടിയിലെ നര മാറ്റാൻ സഹായിക്കുന്നതാണ്. അങ്ങനെ നമ്മുടെ ചകിരിയെല്ലാം, അതായത് നമ്മുടെ ആ കരിഞ്ഞതെല്ലാം നല്ലതുപോലെ ഉടച്ച് കൊടുക്കണം. തണുത്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് നമ്മുടെ ആ ഒരു ചകിരിയുടെ പൊടി ചേർത്ത് കൊടുക്കേണ്ടതാണ്. കൈകൾ കൊണ്ട് ഉടച്ച് നമ്മൾ തണുത്തതിന് ശേഷം എടുക്കുകയാണെങ്കിലും കുഴപ്പമില്ല. അപ്പോഴും തീ കിടക്കുന്നുണ്ടോ, സൂക്ഷിച്ച് വേണം കേട്ടോ ചെയ്യാനായിട്ട്. ഇനി നമുക്ക് ഈ തീയുണ്ടല്ലോ അതുകൂടെ എടുത്തിട്ട് ഞാൻ ഇച്ചിരി വെള്ളം ഒന്ന് തളിച്ചിട്ട് തീ അണച്ചിട്ട് കൊണ്ടുവരാം. അങ്ങനെ കൈകൾ കൊണ്ട് നമ്മളിതെല്ലാം ഇനി ഒന്ന് ഉടച്ച് കൊടുക്കണം. അങ്ങനെ ഉടച്ച് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനിയും നല്ലപോലെ ഉടയും കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണയുടെ ഒഴിച്ചിട്ട് നല്ലപോലെ മിക്സ് ആക്കി കൊടുക്കേണ്ടതാണ്. വെളിച്ചെണ്ണ തന്നെ എടുക്കാനായിട്ട് നോക്കണം കേട്ടോ, വേറെ ഒന്നും എടുക്കരുത്, വെളിച്ചെണ്ണ തന്നെ വേണം. അങ്ങനെ നല്ല പോലെ മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്കിപ്പം മുടിയുടെ ഫ്രണ്ട് ഭാഗത്താണ് നരയുണ്ടെങ്കിൽ അവിടെ മാത്രമാണ് ഇടണമെങ്കിൽ അവിടെ മാത്രം ഇടാം. അതല്ല മുടി മുഴുവൻ നരയാണെങ്കിൽ മൊത്തമായി ഇട്ട് കൊടുത്ത് കൈകൾ കൊണ്ട് തന്നെ തേച്ച് അങ്ങ് പിടിപ്പിക്കണം. അതിനുശേഷം നോർമൽ വാട്ടറിൽ കഴുകിയാൽ മതി, ഷാമ്പു ഒന്നും ഉപയോഗിക്കരുത്. കണ്ടോ, തേച്ച് പിടിപ്പിക്കുമ്പോൾ തന്നെ കണ്ടോ നല്ല പോലെ തേച്ച് പിടിക്കും. മുടിയിൽ ഇതേ രീതിയിൽ നിങ്ങൾ തേച്ച് പിടിപ്പിക്കണം. ഞാൻ ഒരു ഇതൂടെ വെച്ച് ടിഷ്യൂടെ വെച്ച് തുടച്ചിട്ട് പോലും അതും പോകാത്തതുണ്ടോ. നമ്മുടെ ഈ ഒരു ഡൈ ക്രീം മുടിയിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക്. കണ്ടോ, നരയുള്ള ഭാഗം കണ്ടോ, ഈ ഒരു നരയുള്ള ഭാഗത്തേക്കാണ് നമ്മുടെ ഡൈ ക്രീം ഇട്ട് കൊടുക്കാനായിട്ട് പോകുന്നത്. നമ്മുടെ സ്കാൽപ്പിൽ പറ്റിയാലും ഒരു പ്രശ്നമൊന്നുമില്ല. ക്രീം ഇട്ട് കൊടുത്തതിന് ശേഷം നോർമൽ വാട്ടറിൽ കഴിയാൻ മതി. ഒരു 20 മിനിറ്റോളം മുടിയിൽ വെക്കണം. ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്ക്. ഉണ്ടല്ലോ, നമ്മളെല്ലാവരും ഉപയോഗിച്ച് കളയുന്ന ഒന്നാണ് ചകിരി എന്ന് പറയുന്നത്. ആ ഒരു ചകിരി വെച്ചിട്ട് മുടിയിലെ നര പൂർണ്ണമായിട്ടും നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. എന്തായാലും ഒന്ന് ചെയ്തു നോക്കണേ. നിങ്ങൾക്കിപ്പം ഞാൻ പറഞ്ഞ രീതിയിൽ ചെയ്യണം. തീ കൂട്ടിയിട്ടൊന്നും ചെയ്യാൻ പാടില്ല.
തീ കൂടുതലായി, അതായത് നമ്മൾ തീ കുറച്ചിട്ടുന്ന സമയത്ത് ഇങ്ങനെ ഇതായിട്ട് വരുന്ന സമയത്ത് കുറച്ച് വെള്ളം ഒന്ന് തളിച്ചു കൊടുക്കണം. അപ്പോഴത്തേക്ക് തീ അങ്ങ്, അതായത് ചകിരിക്കകത്ത് പറ്റിയിരിക്കുന്ന തീയൊക്കെ അങ്ങ് അണഞ്ഞു പോകും. അത് തീ കുറച്ചിട്ടിട്ടാണ് നമ്മൾ ഈ ഒരു ഡൈ പാക്കിന്റെ ആ ഒരു സംഭവം തയ്യാറാക്കേണ്ടത്. ഇത് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ തീ കുറച്ചിട്ടിട്ട് ആ ഒരു ഇതെല്ലാം നമ്മുടെ ചകിരിയെല്ലാം കത്തിക്കഴിഞ്ഞ് കഴിഞ്ഞ ശേഷം കുറച്ച് വെള്ളം ഒന്ന് തളിച്ചു കൊടുക്കണം. തളിച്ചു കൊടുത്തതിന് ശേഷം തീ ഓഫ് ആക്കണം. തീ ഓഫ് ആക്കുമ്പോൾ ഈ തീ നിൽക്കും. അപ്പം നിങ്ങൾ കയ്യിൽ ഇങ്ങനെ വെള്ളം ഇങ്ങനെ തളിച്ച് കൊടുത്താൽ മതി. തീ അങ്ങ് മൊത്തവും അണഞ്ഞു പോകും. അതിനുശേഷം തണുത്തിട്ടാണ് നമ്മൾ ബാക്കി ചെയ്ത കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. നല്ലോണം സേഫായിട്ട് വേണം ചെയ്യാനായിട്ട്. കെയർലെസ് ആവാൻ പാടില്ല. കാരണം നമ്മൾ തീ കയറുന്ന സമയത്ത് പേടിച്ച് പോകാനൊന്നും പാടില്ല. കെയർലെസ് ആവരുത് മാത്രമേ ഉള്ളൂ. ശ്രദ്ധിച്ച് ചെയ്യാനായിട്ടൊന്ന് നോക്കുക. എന്തായാലും ചെയ്തിട്ടുള്ള റിസൾട്ട് ഒക്കെ വന്ന് എന്നോട് പറയണേ കേട്ടോ. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടോ? നിങ്ങൾ ഈ ഒരു വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. എന്തായാലും ചെയ്തിട്ട് അതിന്റെ റിസൾട്ടും വന്ന് എന്നോട് പറയാനും കൂടി നിങ്ങൾ മറക്കല്ലേ. നമുക്ക് എന്തായാലും പുതിയ വീഡിയോയുമായി കാണാം. എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു. ബൈ.